ഭഗവാനെ നിന്റെ മുൻവട്ടം വേറിട്ടൊന്നും ഞങ്ങൾക്ക് തരാനില്ല അല്ലേ. നിന്റേതായ ഈ വെളിച്ചത്തെ എൻ്റെ ആരൂഢത്തിങ്കൽ അല്ലേ സൂക്ഷിച്ചിരിക്കുന്ന ആരൂഢത്തിനകത്ത് വാസം ചെയ്യാൻ കഴിയാത്ത സമയത്ത് ഒരു ഉൾവിളി ഉണ്ടായിട്ടുണ്ടല്ലോ എൻ്റെ തന്നെ വൈദ്യുതി. ഭഗവാനെ ഈ ആരൂഢമൊന്ന് ലഭ്യീകരിക്കണം അല്ലേ. എന്നിട്ട് ആ ആരൂഢത്തിനകത്ത് ഞാൻ പ്രാർത്ഥിച്ചതായ ഞാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഭഗവാന്റേതായ വിളക്കൊന്ന് കൊളുത്തി വെക്കണം. ഈ പഞ്ചാമൃത രസത്തെ ഒന്ന് നുകർന്നു പോരണം എൻ്റെ വൈദ്യങ്ങളെ. മറ്റൊന്നും വേണ്ടായിരുന്നു. എനിക്ക് ആപത്തുകളില്ല, താപത്രയങ്ങളില്ല, ശത്രുക്കളില്ല. ഭഗവാന്റേതായ ഈ സമക്ഷത്തിൽ എപ്രകാരമാണോ അല്ലേ 14 വർഷം വനവാസത്തിന് പോയിരിക്കുന്നതായ അയോധ്യാപുരി വാഴിക്കുന്നതായ ഉദ്ധാവാസൻ വനവാസം കഴിഞ്ഞിട്ട് അയോധ്യയ്ക്ക് മടങ്ങുന്നതായ കാലനേരത്തിങ്കൽ സഹോദരനായിരിക്കുന്നതായ എൻ്റെ ഭരതൻ ഞാൻ ചവിട്ടിയിരിക്കുന്ന ആ പാദധൂളികൾ വീട് വിണ്ട് കളിച്ചിട്ട് ആ ധൂളി തന്നെ പ്രസാദമായി സ്വീകരിക്കുക. അതിനെ പോലെ ആ ഭരതനെ പോലെ ഏതൊരു പ്രതിബന്ധങ്ങൾ വന്നാലും അല്ലേ, ശത്രുദോഷങ്ങളായാലോ മാനദോഷങ്ങളായാലോ രക്തഭയമായാലോ വിഷഭയമായാലോ ഏത് വിഷജ്വാലകളോ തടുക്കുമ്പോഴും പ്രഹ്ലാദനൊരു ആഗ്രഹമുണ്ടായിരുന്നല്ലേ. എൻ്റെ പിതാവ് എന്നെ ക്രൂശിക്കുന്നതായ എല്ലാ സമയത്തും ഞാൻ പ്രാർത്ഥിക്കുന്നതായ ഞാൻ വിശ്വസിക്കുന്നതായ എൻ്റെ നാരായണത്തിൻ്റെ കൂടെ ഉണ്ടാകുമെന്നുള്ളതായ വിശ്വാസം കൊണ്ടാണ് അല്ലേ പ്രഹ്ലാദന്റെ ഭഗവാൻ ആനന്ദമൂർത്തിയായിട്ട് എങ്ങനെ ലഹരിയായിട്ടും ലിംഗപദശേഷം ആനന്ദമൂർത്തിയായിട്ടും ആ ഭക്തൻ പ്രഹ്ലാദന്റെ മുമ്പിൽ ശേഷപ്പെട്ടതായ അതുപോലെയാണ് എൻ്റെ കൊടുത്തു എൻ്റെ പൈതങ്ങൾ പ്രാർത്ഥിച്ചതല്ലേ. അതുപോലെ എന്നെ കണ്ടുവന്നത് വാസനായിരിക്കുന്നതായ പന്നകശാലി ലക്ഷ്മി